മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഫോണിൽ താങ്കൾ മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ കൂടെ കാണാനും കേൾക്കാനും ഇടയായി. അതിൽ സെബാസ്റ്റ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് പറയുകയും പിന്നെ ലാ ഇലാഹ ഇല്ലാ യഹോവ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. സെബാസ്റ്റ്യ, മുസ്ലിമുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല. ഈ സത്യം പറഞ്ഞുകൊണ്ട് നിനക്കും നിന്നെപ്പോലെയുള്ള യുക്തിവാദികൾക്കും ഒരുപോലെ സന്തോഷിക്കാം. മുസ്ലിമുകൾ ഒരേ സ്വരത്തിൽ പറയും ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന്. കാരണം ഹിന്ദു സഹോദരി സഹോദരന്മാരോട് ശിവൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അത് അവരുടെ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് അവരുടെ ദൈവമാക്കുന്നു എന്ന്. പാർവതി ദേവിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചാൽ അതും അവരുടെ ദൈവമാകുന്നു എന്ന് പറയും. പകുതി പാർവതി ദേവിയുടെ രൂപവും പകുതി ശിവൻ്റെ രൂപവും കൂടി ഒട്ടി നിൽക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചാൽ അപ്പോഴും അവർ പറയും അത് അവരുടെ ദൈവമാക്കുന്നു എന്ന്. ഇവിടെ ശിവൻ്റെ ഫോട്ടോവും പാർവതി ദേവിയുടെ ഫോട്ടോത്തിനൊക്കെ ഓരോ അർത്ഥങ്ങളും ഒക്കെയുണ്ട്. ഞാൻ അതിനെ അവഗണിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ശിവൻ പുല്ലിംഗമാക്കുന്നു, പാർവതി ദേവി സ്ത്രീലിംഗമാക്കുന്നു. ശിവനും പാർവതി ദേവിയും ചേർന്നത് സ്ത്രീലിംഗം പുല്ലിംഗം കൂടിയതുമാക്കുന്നു. മലയാള ഗ്രാമർ എടുത്തു നോക്കിക്കോളൂ സെബാസ്റ്റ്യ. ദൈവമെന്ന നാമം പുല്ലിംഗമാകുന്നു, ദൈവമെന്ന നാമം സ്ത്രീലിംഗമാകുന്നു, ദൈവമെന്ന നാമം സ്ത്രീലിംഗവും പുല്ലിംഗവും കൂടിയതുമാകുന്നു. എന്നാൽ അള്ളാഹു എന്ന നാമത്തിന് പുല്ലിംഗമില്ല, അള്ളാഹു എന്ന നാമത്തിന് സ്ത്രീലിംഗമില്ല, അള്ളാഹു എന്ന നാമത്തിന് സ്ത്രീലിംഗവും പുല്ലിംഗവും കൂടിയതുമല്ല. അപ്പോൾ എങ്ങനെയാണ് സെബാസ്റ്റ്യ അള്ളാഹുവിൻ്റെ അർത്ഥം ദൈവമെന്നാവുക? നീ എങ്ങനെയാണ് സെബാസ്റ്റ്യ ദൈവം അള്ളാഹു ആകുന്നു എന്ന് കരുതുക? ദൈവത്തിൻ്റെ അർത്ഥം അള്ളാഹു ആവുകയില്ല, അള്ളാഹുവിൻ്റെ അർത്ഥം ദൈവമെന്നും ആവുകയില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു വേറെ ദൈവം വേറെ ആയതുകൊണ്ട് ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, അത് അള്ളാഹുവിൻ്റെ ഉജ്ജ്വലിക്കുന്ന കലാമാകുന്നു, പരിശുദ്ധമായ ഖുർആൻ ആകുന്നു. നീ ചോദിച്ചു ലാ ഇലാഹ ഇല്ലാ യഹോവ എന്ന് പറയാൻ കഴിയുമോ എന്ന്. ഇല്ലടാ സെബാസ്റ്റ്യ, പറയാൻ കഴിയുകയില്ല. കാരണം യഹോവ ഹീബ്രു ഭാഷയിൽ നിന്നുണ്ടായ നാമമാകുന്നു. യഹോവ എന്ന നാമത്തിന് സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടടാ. അതുകൊണ്ട് നിന്നെയും നിങ്ങളെയും എന്നെയും ഞങ്ങളെയും എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ ഞങ്ങൾക്ക് ആൺവർഗത്തിലോ സ്ത്രീവർഗത്തിലോ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലാ യഹോവ എന്ന് പറയാൻ കഴിയുകയില്ലടാ. ഞങ്ങൾക്കുത്തമം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതാകുന്നു.